Next problem. Level of activity 42,000 units. Elements of cost are raw material 40%, labor 30%, overheads 20%. Raw materials remains in store for 2 months. Processing period 1.5 months. Finished goods stay in warehouse for 1 month. Credit given to debtors 2 months. Credit allowed by supplier 1 month. Selling price 10. Estimate working capital requirements. അപ്പോൾ ഇത്രയ്ക്ക് ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മൾ സാധാരണ പ്രോബ്ലത്തിൽ ചെയ്യുന്ന പോലെ തന്നെ അതേ സെയിം ഡീറ്റെയിൽസ് തന്നെയാണ് തന്നിരിക്കുന്നത്. സ്പ്ലിറ്റ് അപ്പ് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതനുസരിച്ചിട്ട് പ്രോബ്ലം ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതാണ് അതിൻ്റെ ആൻസർ. നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ എന്ന് പറഞ്ഞിട്ട് കറണ്ട് അസറ്റ്സ് എഴുതുക. അതിൽ ആദ്യത്തെ വരുന്നത് ഡെപ്റ്റേഴ്സ് ആണ്. ഡെപ്റ്റേഴ്സ് 2 months ആണ് ഹോൾഡിംഗ് പീരീഡ് തന്നിരിക്കുന്നത്. സോ ബ്രാക്കറ്റിൽ 2 months എഴുതാം. അതിൻ്റെ അണ്ടറിൽ 1 റോ മെറ്റീരിയൽ ആണ്. ലെവൽ ഓഫ് ആക്ടിവിറ്റി തന്നിരിക്കുന്നത് 42,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 10 ആണ്. റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ 40% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 2/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 28,000 കിട്ടി. ദെൻ 2 എന്ന് പറഞ്ഞിട്ട് ലേബർ എഴുതുക. ഇതുപോലെ തന്നെ ലെവൽ ഓഫ് ആക്ടിവിറ്റി 42,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 10 ആണ് ഇൻറ്റു ലേബറിൻ്റെ പ്രപ്പോർഷൻ 30% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് ടോപ്പിൽ എഴുതിയിട്ടുണ്ട് 2 months 2/12. അപ്പോൾ നമുക്ക് 21,000 കിട്ടി. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് ഓവർ ഹെഡ്സ് എഴുതുക. 42,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 10 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 20% ഇൻറ്റു അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത് 2/12 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 14,000. അപ്പോൾ ഇത് 3 നമുക്ക് കിട്ടി. അങ്ങനെ നമ്മൾ ഡെപ്റ്റേഴ്സിന് അണ്ടറിൽ തന്നെ 3 കൂടി ആഡ് ചെയ്യുക. ദാറ്റ് ഇസ് ടോട്ടൽ എത്രയാണ്? 63,000 rupees ആണ് നമുക്കതിൻ്റെ ടോട്ടലായിട്ട് കിട്ടുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തത് കഴിഞ്ഞു. സെക്കൻഡ് വൺ സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ആണ്. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയലും ഇതുപോലെ തന്നെ എഴുതുക. 42,000 ഇൻറ്റു സെല്ലിംഗ് പ്രൈസ് 10 ഇൻറ്റു റോ മെറ്റീരിയലിൻ്റെ പ്രപ്പോർഷൻ 40% ആണ് ഇൻറ്റു റോ മെറ്റീരിയൽ ഹോൾഡിംഗ് പീരീഡ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 2 months എന്നാണ്. സോ 2/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 28,000 കിട്ടി. അപ്പോൾ അത് ഔട്ടർ കോളത്തിലേക്ക് നേരിട്ട് എഴുതാം. സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ 28,000. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് എന്ന് എഴുതാം. അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് ക്വസ്റ്റിൽ തന്നിരിക്കുന്നത് 1/2 months ആണ്. അപ്പോൾ 1/2 1/2 months ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ അത് എഴുതി. ദെൻ അതിൻ്റെ അണ്ടറിൽ സ്പ്ലിറ്റ് അപ്പുകൾ വരും. റോ മെറ്റീരിയൽ എന്ന് എഴുതാം. 42,000 ഇൻറ്റു 10 ഇൻറ്റു പ്രപ്പോർഷൻ 40% ഇൻറ്റു 1/2 month ആയതുകൊണ്ട് 0.5 എന്ന് എഴുതാം. 0.5 ഡിവൈഡഡ് ബൈ 12. അപ്പോൾ എത്ര കിട്ടും? 7,000 കിട്ടി. ദെൻ ലേബർ എന്ന് പറഞ്ഞിട്ട് എഴുതാം. 42,000 ഇൻറ്റു 10 ഇൻറ്റു ലേബറിൻ്റെ പ്രപ്പോർഷൻ 30% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 1/2 month 0.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു വർക്കിംഗ് പ്രോഗ്രസ് ആയതുകൊണ്ട് ലേബറിനെയും ഓവർ ഹെഡ്സിനെയും 50% ആക്കണം ഇൻറ്റു 50%. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു 22,625 കിട്ടി. ഓക്കെ, ദെൻ 3 എന്ന് പറഞ്ഞിട്ട് ഓവർ ഹെഡ്സ് എഴുതുക. അതിൽ 42,000 ഇൻറ്റു 10 ഇൻറ്റു ഓവർ ഹെഡ്സിൻ്റെ പ്രപ്പോർഷൻ 20% ഇൻറ്റു ഹോൾഡിംഗ് പീരീഡ് 0.5 ഡിവൈഡഡ് ബൈ 12 ഇൻറ്റു ഓവർ ഹെഡ്സ് ആയതുകൊണ്ട് അതിനെ 50% ആക്കുക. അപ്പോൾ ഇൻറ്റു 50%. അപ്പോൾ എത്ര കിട്ടും നമുക്ക്? 1,750 കിട്ടും. അപ്പോൾ നമ്മുടെ വർക്കിംഗ് പ്രോഗ്രസിൻ്റെ അണ്ടറിൽ വന്ന 3 ഐറ്റംസും കഴിഞ്ഞു. അത് 3 കൂടി ടോട്ടൽ ചെയ്ത് ഔട്ടർ കോളത്തിൽ എഴുതുക. ദാറ്റ് ഈസ് 11,375 rupees ആണ് അതിൻ്റെ ടോട്ടലായിട്ട് കിട്ടുന്നത്. ഓക്കെ, ദെൻ 4 എന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് എഴുതുക. അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് വന്നിരിക്കുന്നത് 1 month ആണ്. അത് ബ്രാക്കറ്റിൽ എഴുതി. ദെൻ അത് അതിൻ്റെ അണ്ടറിൽ 1 എഴുതി. റോ മെറ്റീരിയൽ 42,000 ഇൻറ്റു 10 ഇൻറ്റു 40% ഇൻറ്റു 1 month ആയതുകൊണ്ട് 1/12. അപ്പോൾ എത്രയാണ്? 14,000 ആണ്. നമുക്ക് ഔട്ടർ ഇന്നർ കോളത്തിൽ എഴുതി. ദെൻ ലേബർ 42,000 ഇൻറ്റു 10 ഇൻറ്റു അതിൻ്റെ പ്രപ്പോർഷൻ എന്ന് പറയുന്നത് 30% ആണ്. 30% ഇൻറ്റു 1/12. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 10,500 ആണ് ലേബറിൻ്റെ കോസ്റ്റ് വരുന്നത്. ദെൻ 3 എന്ന് പറഞ്ഞിട്ട് ഓവർ ഹെഡ്സ് 42,000 ഇൻറ്റു 10 ഇൻറ്റു അതിൻ്റെ പ്രപ്പോർഷൻ 20% ആണ് ഇൻറ്റു 1/12. അതിൻ്റെ ഹോൾഡിംഗ് പീരീഡ് 1 month ആണ്. 1/12 എന്ന് എഴുതി. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 7,000 കിട്ടി. ദെൻ ഇത് 3 കൂടി ആഡ് ചെയ്യുക. 3 കൂടി ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 31,500 ആണ് കിട്ടുക. അത് ഔട്ടർ കോളത്തിലേക്ക് എഴുതി. ഓക്കെ, അപ്പോൾ 4 സബ് ഹെഡ്സിൻ്റെയും ടോട്ടലുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഔട്ടർ കോളം നമുക്ക് ടോട്ടൽ ചെയ്യാം. ഇനി വേറെ പ്രീപെയ്ഡ് എക്സ്പെൻസസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യാം. അങ്ങനെ ഔട്ടർ കോളം ടോട്ടൽ ചെയ്യുമ്പോൾ 1,33,875 rupees ആണ് നമുക്ക് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആയിട്ട് കിട്ടുക. ഓക്കെ,
ദെൻ ബി എന്ന് പറഞ്ഞിട്ട് കറണ്ട് ലൈബിലിറ്റീസ് എഴുതാം. കറണ്ട് ലൈബിലിറ്റീസിൽ ആദ്യം വരുന്നത് ക്രെഡിറ്റേഴ്സ് ആണ്. ക്രെഡിറ്റേഴ്സ് എഴുതി 42,000 ഇൻറ്റു 10 ഇൻറ്റു ക്രെഡിറ്റേഴ്സിൻ്റെ കയ്യിൽ നമ്മൾ റോ മെറ്റീരിയലാണ് മേടിക്കുക. അപ്പോൾ അതിൻ്റെ പ്രൊപ്പോർഷൻ എഴുതി 40% ഇൻറ്റു ക്രെഡിറ്റേഴ്സ് അലൗ ചെയ്തിരിക്കുന്ന ഹോൾഡിംഗ് പീരീഡ് 1 month ആണെന്ന് പറഞ്ഞിട്ടുണ്ട് 1/12. അപ്പോൾ അത്ര നമുക്ക് കിട്ടും 14,000 കിട്ടും. ഇനി വേറെ ഒന്നും ചെയ്യാനില്ല. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് തന്നെ ഔട്ടർ കോളത്തിലേക്ക് എടുത്ത് എഴുതിയാൽ മതി. സോ ടോട്ടൽ ഓഫ് കറണ്ട് ലൈബിലിറ്റി വിൽ ബി 14,000 കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റിൻ്റെയും ടോട്ടൽ കിട്ടി, കറണ്ട് ലൈബിലിറ്റിയുടെയും ടോട്ടൽ കിട്ടി. അത് രണ്ടും എന്ത് ചെയ്യാം, നമുക്ക് ഇനി വർക്കിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കാം. സി എന്ന് പറഞ്ഞിട്ട് വർക്കിംഗ് ക്യാപിറ്റൽ എഴുതാം A-B. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച കറണ്ട് അസറ്റിൻ്റെ ടോട്ടൽ അവിടെ എടുക്കുന്നുണ്ട്. എത്രയാണ്? 1,33,875 നിന്ന് ഈ 14,000 ലെസ് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 1,19,875 ആണ് നമുക്ക് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക. ഓക്കെ, ദെൻ വേറെ കണ്ടീജൻസി ഒന്നും മെയിൻറ്റെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് തന്നെയാണ് നമുക്ക് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലായിട്ട് കിട്ടുക 1,19,875. ഓക്കെ, അപ്പോൾ ഇത്രയും നാളെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേഷൻ നടത്താനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ്സിൽ ഒന്നാമത്തെ മെത്തേഡാണ്. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെത്തേഡ്. പ്രോബ്ലം വരുന്ന മെത്തേഡ് നെറ്റ് കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ്, അതായിരുന്നു ആ മെത്തേഡിൻ്റെ പേര്. അതിൻ്റെ തിയറിയും പഠിച്ചു വെക്കണം. പ്രോബ്ലംസ് കുറേ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇനി അതിൻ്റെ വേറെ 3-4 മെത്തേഡും കൂടി ഉണ്ട്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സെക്കൻഡ് മെത്തേഡ് ഈസ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്. നമ്മൾ ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്താണെന്ന് വർക്കിംഗ് ക്യാപിറ്റൽ ചാപ്റ്റർ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വരുന്ന ആ ഡ്യൂറേഷനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഈസ് ദ ഡ്യൂറേഷൻ ഓഫ് ടൈം വിതിൻ വിച്ച് വൺ സൈക്കിൾ ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻ ഈസ് കംപ്ലീറ്റഡ്. അതായത് നമ്മളൊരു സൈക്കിൾ പോലെ, ഒരു ചക്രം പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റാർട്ട് വിത്ത് ക്യാഷ്, ആ ക്യാഷ് ഉപയോഗിച്ച് നമ്മൾ റോ മെറ്റീരിയൽ വാങ്ങണോ, റോ മെറ്റീരിയൽ പിന്നെ വർക്കിംഗ് പ്രോഗ്രസ് ആയിട്ട് മാറണോ, വർക്കിംഗ് പ്രോഗ്രസ് പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ട് മാറണോ, ആ ഫിനിഷ്ഡ് ഗുഡ്സ് പിന്നെ ഡെപ്റ്റേഴ്സ് ആയിട്ട് മാറണോ, ആ ഡെപ്റ്റേഴ്സ് ദെൻ ക്യാഷ് ആയിട്ട് മാറണോ, ദെൻ ആ ക്യാഷിന് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും റോ മെറ്റീരിയൽ വാങ്ങണോ. അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ആ സൈക്കിളിൽ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. Operating cycle is the duration of time within which one cycle of business operation is completed. An operating cycle starts with cash converted into raw material into working progress into finished goods into debtors, and finally debtors into cash. അതിനെ വിളിക്കുന്ന പേരാണ് operating cycle എന്ന് പറയുന്നത്. This process will occur one after another till the end of the operating period. Shorter the operating cycle, longer will be the requirement of the working capital and vice versa. Lower will be the requirement of the working capital and vice versa. അപ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ലെങ്ത് കൂടും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടും ചെയ്യും, ലെങ്ത് കുറയും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറയും ചെയ്യും. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം ഒരു ഓർഗനൈസേഷനിലെ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് എത്ര ടൈം എടുക്കും, അതിൻ്റെ ബേസിസിലാണ് അവർ വർക്കിംഗ് ക്യാപിറ്റൽ എസ്റ്റിമേഷൻ നടത്തുക. ഓക്കെ, അതായത് ഇപ്പോൾ നേരത്തെ പറയണം ക്യാഷ് റോ മെറ്റീരിയൽ ആവാനും, റോ മെറ്റീരിയൽ വർക്കിംഗ് പ്രോഗ്രസ് ആവാനും, വർക്കിംഗ് പ്രോഗ്രസ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവാനും, ഫിനിഷ്ഡ് ഗുഡ്സ് ഡെപ്റ്റേഴ്സ് ആയിട്ട് ക്യാഷ് ആയിട്ട് തിരിച്ചു മാറാനായിട്ട് എത്ര സമയം എടുക്കുമോ ആ ഡ്യൂറേഷൻ്റെ ബേസിലാണ് ഈ മെത്തേഡിൽ എത്രയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ആവശ്യമായിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. ഈ ഡ്യൂറേഷൻ കുറവാണെങ്കിൽ കുറച്ച് വർക്കിംഗ് ക്യാപിറ്റൽ മതി, ഡ്യൂറേഷൻ കൂടുതലായാൽ നമുക്ക് കൂടുതൽ വർക്കിംഗ് ക്യാപിറ്റൽ ആവശ്യമായിട്ട് വരും. ഓക്കെ, ഇതെങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാൽ 3 സ്റ്റെപ്പിൽ കൂടെയാണ് ഇതിൽ നമ്മൾ കാൽക്കുലേഷൻ നടത്തുക. ആദ്യം കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിന് എത്രയാണ് ഡ്യൂറേഷൻ, എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര മാസമാണെന്ന് നമ്മൾ കൃത്യമായിട്ട് ഒരു ഈക്വേഷൻ ഒക്കെ ഉണ്ട്. ആ ഈക്വേഷൻ നിങ്ങളിപ്പോൾ പഠിക്കേണ്ട ആവശ്യമില്ല. ആ ഈക്വേഷൻ വെച്ചിട്ട് ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ സപ്പോസ് 3 മാസമാണെങ്കിൽ അത്രയും മന്ത്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, ദെൻ കാൽക്കുലേഷൻ ഓഫ് നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇൻ ആൻ ഓപ്പറേറ്റിംഗ് പീരീഡ്. ഇനി അതുപോലത്തെ എത്ര ഓപ്പറേറ്റിംഗ് സൈക്കിളുകൾ ഒരു കൊല്ലത്തിൽ ഉണ്ടാവുമെന്ന് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ സപ്പോസ് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രകാരം ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ 3 മാസമാണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, ആ ഒരു കേസിൽ ഒരു കൊല്ലത്തിൽ എത്ര സൈക്കിളുകൾ ഉണ്ടാവും? 4 സൈക്കിളുകൾ ഉണ്ടാവും. കാരണം 12 മാസമാണ്, 3 മാസം വെച്ചിട്ട് നമുക്ക് 4 ഓപ്പറേറ്റിംഗ് സൈക്കിളുകളാണ് കിട്ടുക. അതാണ് നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ അതുപോലത്തെ എത്ര നമ്പർ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിളുകൾ ഒരു കൊല്ലത്തിലുണ്ടെന്ന് കണ്ടുപിടിച്ചു.
പിന്നെ അത് വെച്ചിട്ട് നമ്മൾ വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് ഒരു ഇക്വേഷനിൽ അത് വെച്ച് നമ്മൾ കണ്ടുപിടിക്കുകയാണ് ഈ മെത്തേഡിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് തിയറി പഠിച്ചാൽ മതി. അപ്പോൾ ഈ മെത്തേഡ് പ്രകാരം നമ്മൾ ആദ്യം ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ കണ്ടുപിടിക്കുക, ഒരു കൊല്ലത്തിൽ എത്ര ഓപ്പറേറ്റിംഗ് സൈക്കിളുകൾ നിന്ന് കണ്ടുപിടിക്കും, അതിൻ്റെ ബേസിൽ വർക്കിംഗ് ക്യാപിറ്റൽ എത്ര വേണമെന്ന് നമ്മൾ കാൽക്കുലേഷൻ നടത്തും. ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ലെങ്ത് കുറയും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കുറയും, ലെങ്ത് കൂടും തോറും വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് കൂടും. ഓക്കെ, അപ്പോൾ അതാണ് രണ്ടാമത്തെ മെത്തേഡ്, ഓപ്പറേറ്റിംഗ് സൈക്കിൾ മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് ഓപ്പറേറ്റിംഗ് സൈക്കിൾ പ്രകാരം എങ്ങനെയാണ് വർക്കിംഗ് ക്യാപിറ്റൽ റിക്വയർമെൻറ്റ് എസ്റ്റിമേഷൻ നടത്താൻ നോക്കാം. ഇതുവരെ ക്വസ്റ്റ്യൻസ് ഇതൊന്നും ചോദിച്ചിട്ടില്ല, ഇനി ബൈ ചാൻസ് ചോദിക്കുമെന്ന് എനിക്ക് ചോദിക്കില്ല എന്ന് ഉറപ്പായിട്ട് പറയാനും പറ്റില്ല. സാധാരണ ചോദിക്കാറുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച കറണ്ട് അസറ്റ് ഫോർകാസ്റ്റിംഗ് മെത്തേഡ് പ്രകാരമുള്ള പ്രോബ്ലമാണ് നമ്മളോട് ചോദിക്കത്തുള്ളൂ, അതുവരെ കണ്ടിട്ടുള്ളൂ. പക്ഷെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അതിൻ്റെ പ്രോബ്ലംസ് തന്നിട്ടുണ്ട്, അപ്പോൾ മേ ബി ചോദിക്കാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്തായാലും അത് ഡിസ്കസ് ചെയ്യുന്നതേ മതിയാവും. അപ്പോൾ അതിലെങ്ങനെ കണ്ടുപിടിക്കാമെന്ന് വെച്ചാൽ O ഈക്വൽ R പ്ലസ് W പ്ലസ് F പ്ലസ് D മൈനസ് C. O ഈക്വൽ, O എന്ന് വെച്ചാൽ എന്താണ്, O ഇസ് ഈക്വൽ ടു ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ. നമ്മൾ എപ്പോഴും എന്താ കണ്ടുപിടിക്കുന്നത്, ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുക, അതിനനുസരിച്ചിട്ടുള്ള ഫണ്ടാണ്. അതാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഒരു കൊല്ലത്തെ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്ര നാളാണ് ഉണ്ടാക്കുക. കഴിഞ്ഞ സ്ലൈഡിൽ നമ്മൾ 3 സ്റ്റെപ്പിലാണ് പഠിച്ചു എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തെ സ്റ്റെപ്പ് എന്തായിരുന്നു, കാൽക്കുലേഷൻ ഓഫ് ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ ആയിരുന്നു. ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ എത്ര കാലം കഴിഞ്ഞിട്ടാണ് അവസാനിക്കുക, അതായത് ക്യാഷിൽ നിന്ന് തുടങ്ങി എന്നാണ് ക്യാഷായിട്ട് തിരിച്ചു വരിക, അതിന് എത്ര സമയം എടുക്കുമെന്ന് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കലാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. അതിനുള്ള ഇക്വേഷൻ ആണ് പറഞ്ഞിരിക്കുന്നത്, O ഇസ് ഈക്വൽ ടു R പ്ലസ് W പ്ലസ് F പ്ലസ് D മൈനസ് C. O എന്ന് വെച്ചാൽ ഡ്യൂറേഷൻ ഓഫ് ദി ഓപ്പറേറ്റിംഗ് സൈക്കിൾ, R എന്ന് വെച്ചാൽ റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ്, അതായത് നമ്മൾ എത്രയാണ് റോ മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് അലൗ ചെയ്തിരിക്കുന്നത് അതിനെയാണ് വിളിക്കുന്നതാണ് R. W ഈക്വൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആവറേജ് പീരീഡ്, F ഈക്വൽ ഫിനിഷ്ഡ് ഗുഡ്സ് ആവറേജ് സ്റ്റോറേജ് പീരീഡ്. എല്ലാത്തിൻ്റെയും ആവറേജ് സ്റ്റോറേജ് പീരീഡ്, റോ മെറ്റീരിയലിൻ്റെ സ്റ്റോറേജ് പീരീഡ്, വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെ ആവറേജ് സ്റ്റോറേജ് പീരീഡ്, ദെൻ ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും ആവറേജ് സ്റ്റോറേജ് പീരീഡ്. ദെൻ D എന്ന് വെച്ചാൽ ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്, അതായത് നമുക്ക് ഡെപ്റ്റേഴ്സിന് എത്ര നാളാണ് മെച്യൂരിറ്റി ഡേറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ C എന്തായിരിക്കും, ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ്, നമ്മൾ ക്രെഡിറ്റേഴ്സിന് എന്നാണ് പേയ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. നമ്മൾ മറ്റേ ആദ്യത്തെ മെത്തേഡിൽ നമുക്ക് കൃത്യമായിട്ട് പറയാറുണ്ട്, റോ മെറ്റീരിയൽസ് ആർ ഇൻ സ്റ്റോക്ക് ഫോർ എ പീരീഡ് ഓഫ് ദിസ് പീരീഡ് എന്ന് പറയാറുണ്ട്. അതുപോലെ വർക്ക് ഇൻ പ്രോഗ്രസിൻ്റെയും പറയാറുണ്ട്, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെയും പറയാറുണ്ട്. അതുപോലെ നമ്മൾ ഡെപ്റ്റേഴ്സിനെ അലൗ ചെയ്യുന്ന ഹോൾഡിംഗ് പീരീഡ് പറയാറുണ്ട്, അവർ നമുക്ക് അലൗ ചെയ്യുന്ന ഹോൾഡിംഗ് പീരീഡും എല്ലാതും പറയാറുണ്ട്. പക്ഷേ ഈ മെത്തേഡിൽ നമ്മളിതൊക്കെ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, അതിന് ഓരോന്നും കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഇനി താഴത്ത് പറഞ്ഞിരിക്കുന്നത്. ആദ്യം നമുക്ക് കണ്ടുപിടിക്കുന്നത് എന്താണ്, R ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് റോ മെറ്റീരിയൽ ആവറേജ് സ്റ്റോറേജ് പീരീഡ് ഇസ് ഈക്വൽ ടു ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി കൺസപ്ഷൻ. അതാണ് ആവറേജ് മെറ്റീരിയൽ സ്റ്റോറേജ് പീരീഡ് വന്നിരിക്കുന്നത്. ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി കൺസപ്ഷൻ. അതിൽ ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, എന്താണ്, ഓപ്പണിംഗ് സ്റ്റോക്ക് പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഡിവൈഡഡ് ബൈ 2. അത് തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കാൻ ആവറേജ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ എന്തായിരിക്കും, ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ പ്ലസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് റോ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ 2. ഇനി ആവറേജ് ഡെയിലി കൺസപ്ഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ മാത്രം നമുക്ക് പഠിക്കാനുള്ളൂ. മെറ്റീരിയൽസ് കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഇയർ ഡിവൈഡഡ് ബൈ 365. അതാണ് ആവറേജ് ഡെയിലി കൺസപ്ഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ. എന്താണ്, മെറ്റീരിയൽ കൺസ്യൂംഡ് ഡ്യൂറിംഗ് ദ ഇയർ ഡിവൈഡഡ് ബൈ 365. അപ്പോൾ ഈ ഇക്വേഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് ആദ്യം നിന്ന് കണ്ടുപിടിക്കണം, ആവറേജ് സ്റ്റോക്ക് കണ്ടുപിടിക്കുക, ദെൻ ആവറേജ് ഡെയിലി കൺസപ്ഷൻ കണ്ടുപിടിക്കുക, എന്നിട്ട് നമ്മൾ മുകളിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷനിൽ കൊടുക്കുക. ആവറേജ് സ്റ്റോക്കിനെ ആവറേജ് ഡെയിലി കൺസപ്ഷനോട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, റോ മെറ്റീരിയൽസ് ആവറേജ് സ്റ്റോറേജ് പീരീഡ്, അതായത് നമ്മുടെ ഇക്വേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ആദ്യത്തെ ഐറ്റമായ R കിട്ടി. ഓക്കെ, ഇനി നമുക്ക് R കണ്ടുപിടിച്ചാൽ ഇനി നമുക്ക് അടുത്തത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്, W ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ നോക്കാം. ആവറേജ് പീരീഡ് ഓഫ് വർക്ക് ഇൻ പ്രോഗ്രസ് ഇസ് ഈക്വൽ ടു ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ്. അതിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. നേരത്തെ എന്തായിരുന്നു, ആവറേജ് ഡെയിലി കൺസപ്ഷൻ ആയിരുന്നു. ഇവിടെ എന്താണ്, ആവറേജ് ഡെയിലി കൺസപ്ഷൻ കോസ്റ്റ്. മറ്റേത് റോ മെറ്റീരിയൽ ആണെങ്കിൽ ആവറേജ് റോ മെറ്റീരിയൽ, ഇവിടെ വർക്ക് ഇൻ പ്രോഗ്രസ് ആയതുകൊണ്ട് ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ്. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. സോ അതിൽ ആവറേജ് വർക്ക് ഇൻ പ്രോഗ്രസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എന്താണ്, ഓപ്പണിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് പ്ലസ് ക്ലോസിംഗ് വർക്ക് ഇൻ പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ
2 കണ്ടുപിടിച്ചാൽ മതി, അത് എളുപ്പമാണ്. ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. എന്താണ്? ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 365. അതാണ് ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഡിവൈഡഡ് ബൈ 365. അപ്പോൾ ആദ്യം നമ്മൾ ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് കണ്ടുപിടിക്കുക, പിന്നെ ആവറേജ് ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം എഴുതിയ ഇക്വേഷനിൽ കൊടുക്കുക. ആവറേജ് പീരീഡ് ഓഫ് വർക്കിംഗ് പ്രോഗ്രസ് ഇസ് ഈക്വൽ ടു ആവറേജ് വർക്കിംഗ് പ്രോഗ്രസ് ഡിവൈഡഡ് ബൈ ആവറേജ് പ്രൊഡക്ഷൻ ഡെയിലി പ്രൊഡക്ഷൻ കോസ്റ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? W കിട്ടി. അപ്പോൾ ആറും കിട്ടി, Wയും കിട്ടി. അപ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് ആദ്യത്തേത് പഠിക്കാനായിട്ട് എളുപ്പമാണ്. രണ്ടാമത്തെ മാത്രം ഒന്ന് സെപ്പറേറ്റ് നോട്ട് ചെയ്ത് പഠിച്ചാൽ മതി. അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് F ആണ്. F അപ്പോൾ എന്തായിരിക്കും? ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ ഡെയിലി ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. അപ്പോൾ ആവറേജ് ഫിനിഷ്ഡ് ഗുഡ്സ് ആവറേജ് സ്റ്റോക്ക് ആവറേജ് പീരീഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആവറേജ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ ഡെയിലി ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ്. ഇതിലെ ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കാൻ എന്താണ്? ഓപ്പണിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് പ്ലസ് ക്ലോസിംഗ് ഫിനിഷ്ഡ് ഗുഡ്സ് ഡിവൈഡഡ് ബൈ 2 കിട്ടി. അത് കണ്ടുപിടിക്കാൻ ആ ഇക്വേഷൻ എളുപ്പമാണ്. ഡെയിലി ആവറേജ് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ 365. അപ്പോൾ അത് മാത്രം ഇതിൽ പഠിച്ചാൽ മതി. എങ്ങനെയാണ് ഡെയിലി ആവറേജ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് സോൾഡ് കണ്ടുപിടിക്കുക എന്നുള്ളത്? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ 365. അപ്പോൾ ആദ്യം ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കുക, പിന്നെ ഡെയിലി ആവറേജ് സ്റ്റോക്ക് ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? F കണ്ടുപിടിക്കാനായിട്ട് പറ്റി. ഓക്കെ, അപ്പോൾ R കണ്ടുപിടിച്ചു, W കണ്ടുപിടിച്ചു, F കണ്ടുപിടിച്ചു. ഇനി നമുക്ക് അടുത്ത് കണ്ടുപിടിക്കാനുള്ളത് D ആണ്, അതായത് ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ്. ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽസ്. ഓക്കെ, അതിൽ ആവറേജ് ഡെപ്റ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ഡെപ്റ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ഡിവൈഡഡ് ബൈ 2. ഇനി ക്വസ്റ്റ്യനിലെ ബിൽസ് റിസീവബിളിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും കൂടി ഓപ്പണിംഗ് ക്രെഡിറ്റ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ പ്ലസ് ക്ലോസിംഗ് ഡെപ്റ്റേഴ്സ് ആൻഡ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ നമുക്ക് ആവറേജ് ഡെപ്റ്റേഴ്സ് കിട്ടി. ദെൻ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കാൻ എന്താണ്? ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ഡിവൈഡഡ് ബൈ 365. അത് എളുപ്പമാണ്. ആവറേജ് ഡെയിലി ക്രെഡിറ്റിന് ടോട്ടൽ ക്രെഡിറ്റ് സെയിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടാവും, അത് ഡിവൈഡഡ് ബൈ 365 കിട്ടിയാൽ നമുക്ക് ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽ കിട്ടും. അപ്പോൾ ആവറേജ് ഡെപ്റ്റേഴ്സ് ആദ്യം കണ്ടുപിടിക്കുക, ആവറേജ് ഡെയിലി ക്രെഡിറ്റ് സെയിൽ കണ്ടുപിടിക്കുക. ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി? ഡെപ്റ്റേഴ്സ് കളക്ഷൻ പീരീഡ് ആയ D കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് C ആണ്. ലെസ് ചെയ്യാനുള്ള ഐറ്റമായ C ആണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അതിൻ്റെ ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് ഇസ് ഈക്വൽ ടു ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് റിസീവബിൾ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ്. നേരത്തെ നമ്മൾ ആവറേജ് ഡെപ്റ്റേഴ്സ് പറഞ്ഞപ്പോൾ ഇവിടെ എന്തായിരിക്കും? ആവറേജ് ക്രെഡിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ്. അതിൽ ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ബൈ 2. നേരത്തെ പറഞ്ഞോണം ബിൽസ് പേയബിൾ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇക്വേഷൻ? ഓപ്പണിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ പ്ലസ് ക്ലോസിംഗ് ക്രെഡിറ്റേഴ്സ് ആൻഡ് ബിൽസ് പേയബിൾ ഡിവൈഡഡ് ബൈ 2 ആയിരിക്കും ആവറേജ് ക്രെഡിറ്റേഴ്സ് കണ്ടുപിടിക്കാൻ ഇക്വേഷനായിട്ട് വന്നിരിക്കുന്നത്. ദെൻ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ് എന്ന് വെച്ചാൽ എന്താണ്? ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ 365 ആണ് അതിൻ്റെ ആവറേജ് ഡെയിലി ക്രെഡിറ്റ് പർച്ചേസ് ആയിട്ട് വരിക. ടോട്ടൽ ക്രെഡിറ്റ് പർച്ചേസ് ഡിവൈഡഡ് ബൈ 365. ഓക്കെ, അപ്പം ഡിയും സിയും കണ്ടുപിടിക്കാൻ ഇക്വേഷൻസ് മോറോർലെസ് സെയിം എളുപ്പമാണ്. അപ്പോൾ ആദ്യത്തെ 3 എണ്ണത്തിൻ്റെ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ആദ്യത്തെ 6 കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്ക് എന്താണ്? ആവറേജ് ഡെയിലി കൺസപ്ഷൻ കണ്ടുപിടിക്കാൻ ഇക്വേഷൻ മെറ്റീരിയൽ കൺസ്യൂമഡിനെയാണ് 365 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. ദെൻ രണ്ടാമത്തേൽ W കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ദെൻ ഫിനിഷ്ഡ് ഗുഡ്സ് കണ്ടുപിടിക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. മറ്റേത് പിന്നെ ഡെപ്റ്റേഴ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് സെയിലിനെ ഡിവൈഡ് ചെയ്യുക, ക്രെഡിറ്റേഴ്സ് ആണെങ്കിൽ ക്രെഡിറ്റ് പർച്ചേസിനെ 365 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. നമ്മുടെ ഓപ്പറേറ്റിംഗ് സൈക്കിളിൻ്റെ ഡ്യൂറേഷൻ എത്ര വരുമെന്ന് കണ്ടുപിടിക്കലാണ് ഫസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത്. അതിൽ നമുക്ക് ആദ്യം നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? R കണ്ടുപിടിക്കുക, റോ മെറ്റീരിയലിൻ്റെ ഹോൾഡിംഗ് പീരീഡ് കണ്ടുപിടിക്കുക, വർക്കിംഗ് പ്രോഗ്രസിൻ്റെ ഹോൾഡിംഗ് പീരീഡ് കണ്ടുപിടിക്കുക, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ ഹോൾഡിംഗ് പീരീഡ് കണ്ടുപിടിക്കുക, ഡെപ്റ്റേഴ്സിൻ്റെ കളക്ഷൻ പീരീഡ് കണ്ടുപിടിക്കുക, ക്രെഡിറ്റേഴ്സിൻ്റെ പേയ്മെൻറ്റ് പീരീഡ് കണ്ടുപിടിക്കുക. എന്നിട്ട് ഇക്വേഷൻ എന്താണ്? ഓപ്പറേറ്റിംഗ് സൈക്കിൾ ഇസ് ഈക്വൽ ടു R പ്ലസ് W പ്ലസ് F പ്ലസ് D മൈനസ് C. റോ മെറ്റീരിയലും ഫിനിഷ്ഡ് ഗുഡ്സും വർക്കിംഗ് പ്രോഗ്രസ്സും
ഡെപ്റ്റേഴ്സും 4ഉം കൂടി കൂട്ടി അതിൽ നിന്ന് ക്രെഡിറ്റേഴ്സ് പേയ്മെൻറ്റ് പീരീഡ് ലെസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി? ഡ്യൂറേഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ കിട്ടി. അപ്പോൾ ഡിറ്റർമിനേഷൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിന് എത്ര നാൾ ഡ്യൂറേഷൻ ഉണ്ടാകും, എത്ര ദിവസം, 1 മന്താണോ 2 മന്താണോ, ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിൾ കംപ്ലീറ്റ് ആവാനായിട്ട് നമ്മൾ എത്ര നാൾ വെയിറ്റ് ചെയ്യണം എന്നാണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ സ്റ്റെപ്പിന് നമുക്ക് നാളെ ഡിസ്കസ് ചെയ്യാം. ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഇക്വേഷൻ പഠിക്കാനായിട്ട്, അതുകൊണ്ട് അത് ഫുള്ള് ഞാൻ എടുക്കണില്ല. ഒന്നാമത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. എല്ലാവരും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. താങ്ക് യു.